അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ നീ ഉണ്ടോ ഇല്ലേ? ഞാനുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നോക്കല്ലേ ഇൻഷാ അല്ലാഹ്. എത്ര മണി വരെ? 10 മണിയായി. എത്ര മണി വരെ പറയടോ? എത്ര മണി വരെ? ഇൻഷാ അല്ലാഹ് പോകുന്നിടം വരെ പോകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 11 മണി വരെ നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഒന്നാമത്തെ ഭാഗ്യവാനാരാ? അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യവാനാരാ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഈ സദസ്സിലിരിക്കുന്ന ഭാഗ്യവാൻ ആരെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയി, നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, നമ്മളാരും മലക്കുകളല്ല, നമ്മൾ പാപം ചെയ്യുന്നവരാണ്, ജീവിതത്തിൽ പിഴവ് പറ്റാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. അല്ലാഹുവേ, ജീവിതത്തിലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, ചെയ്തു പോയ തെറ്റ് പടച്ചവനോട് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, കള്ള് കുടിച്ചവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, പലിശ തിന്നവരുണ്ടല്ലോ, നിസ്കരിക്കാത്തവരുണ്ടല്ലോ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, അഹങ്കാരത്തോടെ നടക്കുന്നവരുണ്ടല്ലോ, ജീവിതത്തിൽ വന്നുപോയ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് പടച്ച റബ്ബിനോട് ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ, അവിടുന്ന് തൗബ ചെയ്താൽ ആ മനുഷ്യന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാ, നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, അല്ലാഹുവിനോട് നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറഞ്ഞ പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, ഈ അടിമയുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പടച്ചവനോട് പറയുന്നു, നാഥാ, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇവന്റെ പാപം പൊറുക്കണേ അല്ലാഹ്. എന്നിട്ട് പടച്ചവനോട് മലക്കുകൾ പറയുകയാ, അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാണ്, ഇവന്റെ പാപം പൊറുക്കണേ തമ്പുരാനോ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ, അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, ഇവന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്നിട്ട് മലക്കുകൾ പറയുകയാ, അല്ലാഹുവേ, ഇവന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചല്ല, ഖുർആൻ ഓതുന്നവരുടെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവരുടെ പ്രതിഫലമല്ല, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചവരുടെ പ്രതിഫലമല്ല, സുന്നത്ത് നോമ്പ് പിടിച്ചവരുടെ പ്രതിഫലമല്ല, പള്ളി കെട്ടിക്കൊടുത്തവരുടെ പ്രതിഫലമല്ല. അല്ലാഹുവേ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തു പോയ ഒരു പാപമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയി, ഈ ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് പറയുകയാ,
അല്ലാഹുവേ ഇവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവനെ ശിക്ഷിക്കല്ലേ അല്ലാ, ഇവനെ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. എന്നിട്ട് അവര് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാ, ഇവന് മാത്രം പുറത്തു കൊടുത്താ പോരാ, ഇവന് മാത്രം പുറത്തു കൊടുത്താ പോരാ, ഇവന് ജന്മം നൽകി ഇവന്റെ വാപ്പയുണ്ടല്ലോ, പടച്ചവര് ഇവന് ജന്മം കൊടുത്ത ഇവന്റെ പിതാവുണ്ടല്ലോ, അതാ ഇവന് വേണ്ടി ജീവിച്ച ഇവന്റെ വാപ്പയുണ്ടല്ലോ. അല്ലാഹുവേ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നൊന്തു ഇവനെ പ്രസവിച്ച് ഇവനെ പാല് കൊടുത്ത് പോറ്റി വളർത്തിയ ഇവന്റെ ഉമ്മയുണ്ടല്ലോ അല്ലാ, ആ മാതാപിതാക്കൾക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോ നിനക്ക് സ്വർഗ്ഗം കിട്ടാൻ അവര് ദുആ ചെയ്യുകയാണ്. പടച്ചവരെ നിന്റെ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം കിട്ടാ ദുആ ചെയ്യുകയാ. എന്നിട്ട് മലക്കുകൾ പറയുന്നു, നാഥാ ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ, പടച്ചവനെ ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും ഇവന്റെ കൂടെ കഴിയുന്ന ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ഇവന്റെ ഇണയുണ്ടല്ലോ, പടച്ചവനെ ഇവന്റെ ഭാര്യയുണ്ടല്ലോ, ആ പാവപ്പെട്ടവൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവൾക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. എന്നിട്ട് അവിടുന്ന് മലക്കുകളെ നിർത്തുന്നില്ല, അവര് പറയുകയാ, അല്ലാഹുവേ ഇവന്റെ രക്തത്തിൽ പിറന്ന ഇവന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന്റെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണം തമ്പുരാനോ, അവരോട് കരുണ കാണിക്കണം തമ്പുരാനോ, അവനെ നീ നരകത്തിലിട്ട് ശിക്ഷിക്കല്ലേ അല്ലാ, അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ആർക്ക് വേണ്ടിയെന്നറിയുവോ? ആർക്ക് വേണ്ടിയാണ് പടച്ചറബിന്റെ മലക്കുകളോ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാടാത്ത, ഒരു നിമിഷം പോലും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ മാറ്റിവെക്കാതെ പടച്ചറബ് കൊടുത്ത നാവ് കൊണ്ട് നല്ലതു മാത്രം പറഞ്ഞ മലക്കുകൾ പറയുകയാ, അല്ലാഹുവേ ഇവരെയും ഇവന്റെ മാതാപിതാക്കളെയും ഇവന്റെ ഭാര്യ സന്താനങ്ങളെയും നീ കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടത്തിവിടണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകളെ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം, അത് കള്ളു കുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പലിശ തിന്നതാണെങ്കിലും എന്ത് വൃത്തികെട്ട് കാണിച്ചതാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നീ അതൊന്ന് ഏറ്റുപറഞ്ഞാൽ, അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപത്തെ കുറിച്ച് നീ ഏറ്റുപറഞ്ഞാൽ, നീ, നിന്റെ മാതാപിതാക്കള്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ കുടുംബസമേതം സ്വർഗ്ഗം കൊടുക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാൻ ഇങ്ങോട്ട് വെച്ചു, ഫാൻ തിരിച്ചു വെച്ചു, എനിക്ക് വേണ്ട. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവന്റെ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണം. നമുക്കാണെങ്കിൽ ദുആ ചെയ്യാൻ മടിയാ, നമ്മളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആ ചെയ്യാൻ പേടിയാ, നമുക്ക് മടിയാ. അല്ലാഹുവിന്റെ മുന്നിൽ കൈയുയർത്താൻ സമയമുണ്ടോ നമുക്ക്? ഉസ്താദന്മാര് പറയും ദുആ ചെയ്യണം, ദുആ ചെയ്യണം, ദുആ ചെയ്യണം. എന്തിനാ ഉസ്താദ് ഇത്ര ദുആ ചെയ്യുന്നേ? എന്തിനാ ഉസ്താദ് ഇത്ര ദുആ ചെയ്യുന്നേ? എടാ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്താലുള്ള പ്രതിഫലം അറിയോ? നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകും.
ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഞാൻ ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും, പടച്ചോനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബേ. ആകാശത്ത് നിൽക്കുന്ന മലക്കുകൾ, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബേ, നീ അവനൊക്കെ പുറത്തു കൊടുക്ക് റബ്ബേ, അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്ക് റബ്ബേ എന്നും മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയമുണ്ടാകണമെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം. നമ്മളോ പള്ളിയിലെ ഖതീബ് പാപം ജുമാ നിസ്കാരം കഴിഞ്ഞ് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ എവിടെ റോഡിൽ നിൽക്കുന്നുണ്ട്, ജുമായ്ക്ക് പോയതാ വെള്ളിയാഴ്ച. ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഇറങ്ങി ഓടുക. സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണല്ലോ, ഓട്ട മത്സരമാണല്ലോ. ആരാപ്പ ഇരിക്കണത്? കുറച്ചു പേര് ഇരിക്കാറില്ല, പിന്നെ ചിലരിയ്ക്കും. അവരുടെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ഇങ്ങനെ 2 കാലങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും. ഒരു കൈ നേരെ പിടിക്കുമോ? ഈ ആമീൻ ഉസ്താദിനല്ല തോന്നുന്നു ഞാൻ ആർക്ക് വേണ്ടി അല്ല ഈ ദുആ ചെയ്യണമെന്ന്. കാരണം പള്ളിക്കാട്ടിൽ ഇരിക്കണ പോലെ ആമീൻ പറയുന്ന ശബ്ദം കേൾക്കാറില്ല. ചിലരുടെ കൈ പിടിച്ചിരിക്കണത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇരിപ്പ ഇങ്ങനെ തറയിലിട്ടിരിക്കുക, ഇങ്ങനെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ. ഒന്ന് ആലോചിച്ചുക സഹോദരൻ, നമ്മളെക്കാളും വലിയ മടിയന്മാർ ഈ ലോകത്തുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യണം. എന്തിനാ ഇത്ര മടി കാണിക്കാം? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറ, ഇഖ്ലാസ് വേണ്ടേ? എടാ ദുആയ്ക്ക് ചില മര്യാദകളുണ്ട്. ചുമ്മാതെ എല്ലാരും പറയണ കാര്യമാ, ഉസ്താദെ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല, ആര് പറഞ്ഞ് സ്വീകരിക്കണില്ല എന്ന്. എടാ ആര് അള്ളാഹുവിനോട് ദുആ ചെയ്താലും 3-4 കാര്യം അള്ളാഹു അവന് കൊടുക്കാതെ വെറും കയ്യോടെ മടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി എത്ര വലിയ കൊള്ളാത്തവനാണെങ്കിലും എത്ര വലിയ മോശക്കാരനാണെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് വെറും കയ്യോടെ മടക്കത്തില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് അള്ളാഹു തരും, ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അള്ളാഹ് തരും. അതല്ലെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ നാളെ പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അതാണ് ഹദീസ് പറയുന്നത്. നാളെ പരലോകത്ത് ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവൻ ഇങ്ങനെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ചില നന്മകൾ കൊണ്ടുവന്നിടും. ഇതെന്താപ്പ ഞാൻ ചെയ്യാത്താണല്ലോ കൊണ്ടിടുന്നത്, ഇതെന്താ പടച്ചവൻ? അപ്പഴാ പറഞ്ഞു കൊടുക്കണത്, നീ ദുനിയാവിൽ വെച്ച് ചെയ്ത ദുആ ഉണ്ടല്ലോ, ആ ദുആയ ഇത്. അന്ന് നീ ചോദിച്ചപ്പോ കിട്ടിയില്ല, അന്ന് നീ ചോദിച്ചപ്പോ ഈ ദുആയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ഇന്ന് അപ്പം മനുഷ്യൻ പറയൂ അത്രേ, ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു, കാരണം ആഖിറത്തിൽ കിട്ടും. അപ്പൊ ഒന്നുകിൽ ദുആ ചെയ്താൽ ദുനിയാവിൽ വെച്ച് തന്നെ നീ ചോദിച്ചത് അല്ലാഹു തരും, അതല്ലെങ്കിൽ 2 ആഖിറത്തിലേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ 3 എന്തെങ്കിലും അല്ലാഹു നിനക്ക് തരും. ചോദിച്ചത് തന്നില്ലെങ്കിലും നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറിനെങ്കിലും അല്ലാഹു തട്ടിമാറ്റും. ഇതാ അല്ലാഹ്, ഇതാണ് പടച്ച റബ്ബ്. പക്ഷെ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. ദുആ ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട്. ദുആ സ്വീകരിക്കണമെങ്കിൽ ജീവിതത്തിൽ ചെയ്യേണ്ട ചില നന്മകളുണ്ട്. ചുമ്മാതെ ചാടിക്കേറി ഇരുന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദിക്കുമ്പോൾ അതിൻ്റെതായ മര്യാദയോടുകൂടി അതബോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ ഒരടിമയെ പോലെ നിൽക്കണം, യാചിക്കുന്നവനെ പോലെ. പഞ്ചായത്തിൽ പോകും, മുനിസിപ്പാലിറ്റി പോകും, ഗവൺമെന്റ് ഓഫീസുകളിൽ പോകും, എന്നിട്ട് നിൽക്കുന്നത് കാരണം സാറേ സാറേ സാറേ, എന്തൊരു താഴ്മയെന്നറിയൂ. എടാ ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടി എന്തിന് കോവിഡ് വന്ന ഇപ്പൊ എന്തെങ്കിലും മറ്റേ ഇൻസുലിൻ എന്തെടുക്കല്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ പോവില്ലേ, അവന്റെ മുന്നിൽ പോയി വളയുക. എന്നാൽ നിന്നെ പടച്ച അള്ളാടെ മുന്നിൽ ആ താഴ്മയുണ്ടോ? ഇല്ല, അല്ലാഹുവിനോട് കാണിക്കുന്നില്ല. ദുആ ചെയ്താ സ്വീകരിക്കണോ? ദുആ ചെയ്താ സ്വീകരിക്കണോ? ഒരു കാര്യം ചെയ്തിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ തള്ളപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദുആ അല്ലാഹു തള്ളപ്പെടില്ല. ഏത് ദുആ? ഏത് ദുആ? ബിസ്മി പറഞ്ഞുകൊണ്ട് ആരാണോ ദുആ ചെയ്യുന്നത് അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം? ഒന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ? തിന്നുമ്പോ പറയണില്ലല്ലോ, പിന്നല്ലേ ദുആ ചെയ്യുമ്പോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാറുണ്ടോ? എന്ത് ബിസ്മി? കൈ കഴുകണില്ലല്ലോ ഉസ്താദേ, പിന്നല്ലേ. ആരാടാ ബിസ്മി? മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി? നടന്ന് തിന്നുന്നവൻ, യാചിച്ച് തിന്നുന്നവൻ. നമ്മളൊക്കെ ദുആ ചെയ്യും, അല്ലാഹുവേ മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരത്തില്ലെന്ന്. ദുആ ചെയ്യൂലേ? ദുആ ചെയ്യൂലേ? എന്നിട്ട് എന്തിനാ കല്യാണ വീട്ടിൽ പോയിട്ട് യാചിക്കണേ? ഇപ്പൊ പുതിയ മോഡൽ കണ്ടിട്ടില്ലേ? കല്യാണ വീട്ടിൽ പോകും, എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവാ, ഇങ്ങനെ
കല്യാണ വീട്ടിൽ പോയിട്ട് ഇവിടെ ഉണ്ടോ സിസ്റ്റം എങ്ങനെ പോയിട്ട് തെണ്ടുവാ, ഇങ്ങനെ തെണ്ടി തിന്ന. അള്ളാഹു കാക്കമാറാകട്ടെ. അതിന് പോകുന്നവനെ മടല് വെട്ടിയിട്ട് തല്ലണ്ടേ? ഞാൻ പോകാറില്ല അങ്ങനെയുള്ള കല്യാണത്തിന്. എനിക്ക് ഭക്ഷണം മുന്നിൽ കൊണ്ട് വെക്കണം. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങനെ ഇരക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബ്ലീസ് ഇങ്ങനെ നിൽക്കുന്ന വീട്ടിൽ ഇങ്ങനെ നിൽക്കും, ഇബ്ലീസിന്റെ മക്കളും നിൽക്കും. അപ്പൊ ഇങ്ങനെ ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് പറയും, മക്കളെ വാ, ഇന്ന് ആഹാരം ഉണ്ട്, എല്ലാവരും കൂടിക്കോ, പോയിരുന്ന് തിന്നോ. പടച്ചവന് നിന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെ ഇടയിൽ ശൈത്താനും മക്കളും കയറി ഇരുന്ന് തിന്ന. പിന്നെ എങ്ങനെ അൽ ജിൻസ് യമീലുൽ ജിൻസ്, ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നല്ലേ. ശൈത്താൻ ഇടയിൽ കയറി ഇരുന്ന് തിന്നുമ്പോ ആ ശൈത്താന്റെ സ്വഭാവം നമുക്കുണ്ടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ന ബിസ്മി പറഞ്ഞ് തിന്നാൻ തുടങ്ങിയാലോ ഇബ്ലീസ് പറയും, ഇന്ന് പട്ടിണിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അതുകൊണ്ടാ പറഞ്ഞത്. ഈ അടുത്തൊരു ഉമ്മ പറയുന്നു, ഉസ്താദ്, എന്റെ മക്കൾ തമ്മിൽ ശത്രുക്കളെ പോലെ കിടന്നടിക്കുക, കൂടപ്പിറപ്പുകൾ. ഒരു ഉമ്മയുടെ 2 മക്കള്, ജ്യേഷ്ഠനും അനിയനും, ശത്രുവിനെ പോലെ തല്ലുക. അതിന്റെ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന്, ആരുടെ വീട്ടിലിരുന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിലാണ് അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ചുമ്മാതല്ല വീട്ടിൽ ബദർ യുദ്ധം നടക്കുന്നേ. എങ്ങനെ തിന്നാനാ? അതെങ്ങനെ തിന്നാനാ? പണ്ടങ്ങനെ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും, ബറക്കത്തിന് ഇത്തിരി വെക്കും, അതേ പാത്രത്തിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും. ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തു നോക്ക്, ഓളത് തിന്നൂല. എന്തിനു? മക്കൾക്ക് കൊടുക്ക്. എടാ, പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ പോലെ ഒരു കുഴച്ചിട്ട് ഇങ്ങനെ വാരി തരുമ്പോ ഓടിച്ചെന്ന് ആർത്തിയോടെ തിന്നും. ഞാൻ തിന്നിട്ടുണ്ട്, നിങ്ങളും തിന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു 5-6 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴച്ചിട്ട് വേണമെന്ന് വെക്കുമ്പോൾ അവൻ പറയും, ഉമ്മ തിന്നോളാൻ, അവൻ തിന്നൂല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക, ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യുക. ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയൂ. ഉസ്താദേ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ചോദിക്കേണ്ടതുപോലെ നീ ചോദിക്കാത്തത് കൊണ്ടാ. അല്ലാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാത്തത് കൊണ്ടാ. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ? പാപങ്ങളോരോ ഉസ്താദ് പറഞ്ഞു തരികയാ. എങ്ങനെയാണ് പടച്ച റബ്ബിനോട് തൗബ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? പൊറുക്കന്റെ പാപമാ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ.
അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല, നിന്നെപ്പോലെ പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നുപോയി, ഇതൊക്കെ പടച്ചവനെ ഇബ്ലീസ് ചതിച്ചതാണല്ലോ, പെട്ടുപോയതാണല്ലോ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ചെയ്തു പോയതാ അല്ലാഹുവേ, അഹങ്കാരത്തോടെ ചെയ്തതല്ല. എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാ, എന്നിട്ടും ചെയ്തത് അഹങ്കാരമല്ല അല്ലാ, പറ്റിപ്പോയതാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയോ, നീയും നിന്റെ ഭാര്യയും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും സ്വർഗ്ഗത്തിലോ.